അപ്പൊ എല്ലാവർക്കും പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പണ്ടത്തെ ഒരു കേസിൽ, അത്ര പണ്ടത്തില്ല എന്നാലും എന്റെ വീട്ടിൽ നിന്ന് ഹരിത കർമ്മസേന വേസ്റ്റ് എടുത്തില്ല. അപ്പൊ ഞാനവരെ ചീത്ത വിളിച്ചു ഓൺലൈനായിട്ട്. അപ്പൊ അവർക്ക് വിഷമായി. വാർഡ് മെമ്പറും ഹരിത കർമ്മസേനയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായല്ലോ, ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞിരിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. ഇത്രയും ദിവസം വൈകിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഊട്ടിക്ക് ഷിഫ്റ്റായി. പിന്നെ പാതുട്ടിയുടെ സ്കൂള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. അത് മാത്രമല്ല, ഈ വേസ്റ്റിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണമായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്യണമല്ലോ. അപ്പൊ ഇനി തുടങ്ങാം. ഞങ്ങള്, അതായത് ഞാൻ, എന്റെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി ഇരിങ്ങാലക്കുടിയിൽ താമസാക്കിയിട്ട് 30 വർഷമായി. ഈ 30 വർഷവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്തത് കുടുംബശ്രീക്കാരാണ്. അപ്പൊ കുറെ പേര് ഹരിത കർമ്മസേനന്റെ ചീത്ത വിളിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞു കുടുംബശ്രീക്കാര് വേസ്റ്റ് കളക്ട് ചെയ്യില്ലാന്ന്. ഇല്ല, കുടുംബശ്രീക്കാര് ഇരിങ്ങാലക്കുട വാർഡ് 25 വേസ്റ്റ് കളക്ട് ചെയ്തിരുന്നു. ബാക്കിയുള്ള വാർഡിന്റെ കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരപ്പോ മാസം ആദ്യം 160 പിന്നെ 200 രൂപയാണ് മാസം കളക്ട് ചെയ്തിരുന്നത്. അപ്പൊ എന്റെ അച്ഛൻ NRI ആയതുകൊണ്ടും എന്നിട്ട് ഈ 200 രൂപ കൂടാണ്ട് ഈ ഓണം, ക്രിസ്മസ്, പിന്നെ മൊഹറം, അങ്ങനെ കുറെ നല്ല സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവില്ലേ, അതിന് ഒരു സന്തോഷത്തിന് കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കും. സന്തോഷം എന്ന് പറയുമ്പോൾ NRIസിന് പൊതുവെ കുറച്ച് സന്തോഷങ്ങൾ കൂടുതലാണല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് അത് ആഡ് ചെയ്ത് പറഞ്ഞു എന്നുള്ളട്ടോ. അവരെങ്ങനെയാ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പേപ്പർ വേസ്റ്റും, എന്റെ വീട്ടിൽ ഫുഡ് വേസ്റ്റ് കൊടുക്കില്ല പുറത്ത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറമ്പുണ്ട്, അതിൽ തന്നെ ബയോഗ്യാസ് മുനിസിപ്പാലിറ്റി തന്ന ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ഇട്ടിട്ട് അമ്മ എന്നിട്ട് വളമൊക്കെ ചെയ്യുന്നത്. അമ്മ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അത് പിന്നീട് ഉപകരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ആകെ കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കും പേപ്പറുമാണ്. പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പർ, പിന്നെ ചില സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പേപ്പറിൽ കവർ ചെയ്യില്ലേ, അപ്പൊ അതങ്ങോട്ട് ഇടും ആ വേസ്റ്റിന്റെ കൂടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുടുംബശ്രീക്കാർ കളക്ട് ചെയ്യുമ്പോൾ അവര് എല്ലാ വേസ്റ്റും കൂടി ഒരുമിച്ചാണ് കൊണ്ടുവരാറ്, അതായത് പേപ്പറും പ്ലാസ്റ്റിക്കും ഒരുമിച്ച്. അപ്പൊ അവര് ഞങ്ങളോട് കഴുകി വൃത്തിയാക്കി തരാനൊന്നും പറയാറില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെയാ കൊടുക്കുക. അവര് പിന്നീട് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഫ്രണ്ട്ലി ചേച്ചിമാരായിരുന്നു. എന്റെ അമ്മയ്ക്ക് യാതൊരു പരാതിയില്ല. അമ്മയായിട്ടായിരുന്നു എല്ലാ ഡീലിങ്ങും. അമ്മയാണല്ലോ വീട് നോക്കുന്നത്. പിന്നെ അമ്മയച്ഛനാണ് സ്ഥിരമായിട്ട് വീട്ടിലുള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ. ഞാൻ ഈ കാര്യത്തിൽ ഇടേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ആ കാര്യം ഇഗ്നോർ ചെയ്യാറുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേസ്റ്റ് എല്ലാ മാസവും പറക്കിക്കൊണ്ടുപോകും. ഒരു മാസം വന്നില്ലെങ്കിൽ അടുത്ത മാസം വരും, അങ്ങനെയൊക്കെ. ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ട്രിപ്പിന് പോയിരുന്നു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി വെച്ചേക്കണ്. അമ്മ ഈ ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ ഇപ്പൊ വേസ്റ്റ് എടുക്കാനായിട്ട് ആരും വരാറില്ലെന്ന് ചോദിച്ചു. വലിയ കല്ലോ 4 മാസമായിട്ട് അവര് വന്നിട്ടില്ല. അതിലൊരു ലേഡിയുടെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്, അതുകൊണ്ടാണ് അവര് ഡിലേ ആവണേന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, 4 മാസമായിട്ട് കാലൊടിഞ്ഞ് കിടക്കുകയെന്ന് ചോദിച്ചു. അതെന്താ, ഇവർക്ക് 2 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരാൾക്ക് വയ്യെങ്കിൽ വേറൊരാൾ റീപ്ലേസ് ചെയ്യാനുണ്ടാവും. നമ്മളൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനത്തിലായാലും അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു, ഇല്ല, ഞാൻ കുറെ വിളിച്ചു, അപ്പോഴും അവര് തന്നെ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നച്ചമ്മ വാർഡ് മെമ്പറെ വിളിച്ച് പറയാൻ പറഞ്ഞു. സത്യമായിട്ടും ഈ ഒരു വാർഡ് മെമ്പർ വന്നേ പിന്നെയാണ് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ആ ലേഡീനെ വിളിക്കുന്നത്. അതിനു മുമ്പ് ഏത് വാർഡ് മെമ്പർ ആയാലും എനിക്ക് അതൊരു വിഷയമല്ലായിരുന്നു. ഈ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഈ പറയുന്ന മാമിന്റെ മോള് ട്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പരിചയം ഉണ്ടാവുമല്ലോ നമുക്ക്. നമ്മുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ വലിയ പൊളിറ്റീഷ്യൻസ് അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധം. ഞാൻ വിളിച്ചതാ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആന്റിനെ വിളിച്ചു പറഞ്ഞു, കുടുംബശ്രീക്കാർക്ക് പറ്റില്ല. അപ്പൊ ആന്റി പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരാളില്ല, അതുകൊണ്ട് വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്കുക. ഈ വാർഡിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഈ വാർഡ് മെമ്പർ എന്നൊരു പ്രതിനിധിനെ എലക്ട് ചെയ്യണേ എന്നാണ് എന്റെ ഒരു വിചാരം. അങ്ങനെ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കമന്റ് സെക്ഷനിൽ വന്ന് തിരുത്താട്ടോ. അപ്പൊ ആന്റിയാണ് ഹരിത കർമ്മസേനയെന്ന് വെച്ചാൽ വിളിച്ചു നോക്കുക, അവര് വാർഡിൽ ഇറങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച, ഈ ആഴ്ച എങ്ങാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാച്ചാ ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുടുംബശ്രീക്കാരുടെ നമ്പറൊന്നും ആന്റി തന്നില്ല കേട്ടോ. ഞാൻ ആന്റി എന്ന് വിളിക്കുന്നത് എന്റെ ഒരു പരിചയം കൊണ്ട് മാത്രമാണ്. അപ്പൊ ആന്റി തന്നില്ല. ഈ കുടുംബശ്രീക്കാരുടെ മറ്റേ സ്ലിപ്പ് തരില്ലേ, അവര് 200 രൂപ വാങ്ങിച്ചതിനൊരു സ്ലിപ്പ് വരും. അതിൽ നിന്നുള്ള നമ്പറിൽ നിന്ന് എടുത്ത് വിളിച്ച് കുറെ പേരിങ്ങനെ വിളിച്ച് വേറെ നമ്പർ വരും. അങ്ങനെ കണക്ട് ചെയ്ത് അവസാനമാണ് ഈ ഹരിതകർമ്മ സേനയിലത്തെ ചേച്ചീനെ കിട്ടിയത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, കുടുംബശ്രീക്കാർ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്യില്ല, അവരുടെ പെർമിഷൻ ഞങ്ങൾക്ക് വേണം അവിടുന്ന് കളക്ട് ചെയ്യാൻ.
അങ്ങനെ കുറെ തിക്കും തിരക്കും തിരുവാതിരയും കഴിഞ്ഞിട്ട് അവസാനം ഇവര് വന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഈ വേസ്റ്റ് എങ്ങനെയാണ്, വേസ്റ്റ് അമ്മ എങ്ങനെയാണ് കുടുംബശ്രീക്ക് കൊടുക്കുന്നത്, അങ്ങനെ തന്നെയാണ് കെട്ടി വെച്ചിരുന്നത്. ഒരു ചാക്കിൽ നിറച്ച് പ്ലാസ്റ്റിക്കും പേപ്പറും കൂടിയിട്ടിട്ടാണ് അമ്മ കെട്ടി വെച്ചിരുന്നത്. ഞങ്ങൾ ഇത് കഴുകി കൊടുക്കാറില്ല കുടുംബശ്രീക്ക്. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല കഴുകി തരണമെന്ന്. 30 വർഷമായിട്ട് അവര് കഴുകി തരണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കുടുംബശ്രീക്കാര്. നോട്ട് ദ പോയിന്റ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹരിത കർമ്മസേന എന്നിട്ട് വന്നു, ഒരു വാർഡിലിറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്, പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പുഴു വന്നു വേസ്റ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ചേച്ചി, ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിരുന്ന് വൃത്തിയാക്കി. ഞാൻ ഈ പറയുന്നതിലൊക്കെ സാക്ഷിയുണ്ട്. എന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാരും കൂടി പറമ്പിൽ ഇരുന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത്. ബിക്കോസ് ഈ ചാക്ക് കുടഞ്ഞ് മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു. നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല, കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇവര് വന്നത്. അപ്പൊ ഈ 4 മാസത്തെ വേസ്റ്റ് പ്ലസ് പ്രസന്റ് വേസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്, എന്റെ അനിയത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവര് വന്നിട്ട് ആ ചാക്ക് കണ്ടിട്ട് ഇത് പഴയ വേസ്റ്റ് തന്നെയാ, അവള് ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോവാ ചെയ്തതെന്നാ പറഞ്ഞത്. ഇതാണ് ഇതുവരെ നടന്ന സ്റ്റോറി. അപ്പൊ ഞാൻ ഇവരുടെ ഇതിനെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. വേസ്റ്റ് ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യലാണ് ഇവരുടെ പണി. ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോ കുറെ നല്ലവരായ ചേട്ടന്മാരും ചേച്ചിമാരും കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു നിന്റെ വീട്ടിലത്തെ എച്ചിലെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവരെന്ന്. പിന്നെ അവർക്ക് എന്താ പണി? എന്താണ് വേസ്റ്റ്? കഴുകി വൃത്തിയാക്കിയ സാധനത്തിന് ഒരിക്കലും വേസ്റ്റ് എന്ന് പറയില്ല. ഞങ്ങള് ഗോവയിൽ താമസിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ അമ്മ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഊട്ടിയിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള. ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുകോളും. ഇവിടെ കഴുകിയൊന്നും കൊടുക്കണ്ട കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട. ഗവൺമെന്റിന് അറിയാം അവര് വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും ഇതും 2 ഡസ്റ്റ്ബിൻ ഫ്ലാറ്റിന്റെ പുറത്തങ്ങോട്ട് വെച്ചാൽ മതി. ഇവര് രാവിലെ എല്ലാ ദിവസവും ക്ലിയർ ചെയ്യും. ഇനി നമ്മുടെ കുഞ്ഞു കേരളത്തിലെ കാര്യം പറയാം. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നറിയോ? അത് മൊത്തം ഇരിങ്ങാലക്കുടയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി, കുറെ ചാക്കെട്ടുകൾ അവിടെ ഇവിടെ കയറ്റിരിക്കുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചാക്കി കെട്ടിട്ട് അങ്ങോട്ട് വെച്ചാൽ മതിയില്ലേ? എന്തിനാണ് വണ്ടിക്കാരി ഞങ്ങളുടെ ഇടയിൽ ഒരു കളക്ഷൻ ഏജന്റ്? ഇതെന്തിനാണെന്നറിയോ? കാശ് മേടിക്കാനായിട്ട്. വേറെ ഒരു നാട്ടിലും വേസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ട് കാശ് ഗവൺമെന്റ് മേടിക്കുന്നില്ല, ഇവര് മാത്രം മേടിക്കുന്നു. എന്തുകൊണ്ട്? ഇവർക്ക് സാലറി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇവർക്ക് തുച്ഛമായ വരുമാനമേ ഉള്ളൂ. എന്തുകൊണ്ട് ഗവൺമെന്റ് എംപ്ലോയിക്ക് അവരുടെ നിന്ന് എടുത്ത് കാശ് കൊടുക്കാണ്ട് നമ്മുടെ ഇത് പിരിക്കണു? ഈ വേസ്റ്റ് ഇവരെന്താ ചെയ്യണേ? ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ കേട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇവരെന്ന് പറഞ്ഞാൽ ഹരിതകർമ്മ സേനയിലത്തെ ചേച്ചിമാരുടെ. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അറിയുമെന്ന് ചോദിച്ചു. അറിയെങ്കിൽ എനിക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞുതരാൻ പറഞ്ഞു. പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചിട്ടാ. കുറെ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ പാർട്ടി നോക്കിയിട്ടല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്. ആർക്കും അറിഞ്ഞൂടാട്ടോ ഇതിനെ കുറിച്ച്. അത് ഞാൻ 1 ആഴ്ച 2 ആഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഇവരുടെ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിക്കും മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ്, ഡോക്ടറാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാമെന്ന്. അങ്ങനെ ചേച്ചി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൽ ഇരുന്ന ഒരാളുടെ നമ്പർ തന്നു. ആളുടെ പേര് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിത കർമ്മസേനയിലത്തെ കളക്ഷൻ ഏജൻസ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആൾക്കാരല്ല. എനിക്കങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു നമ്മളെ പോലെ സാധാരണക്കാരാണ്. അവരെ ഒരിക്കലും സാധാരണക്കാരെന്ന് പറയില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുനിസിപ്പാലിറ്റിനെ വരെ കയ്യിലെടുക്കാവുന്ന പവർ അവരുടെ കയ്യിലുണ്ട്. ഞാനന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ എന്റെ എതിരെ നിന്നത് കുറേ പേര്, ഒരു 5-8 പേര് കേട്ടോ. അവര് വന്ന് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇച്ചിരി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് പോലീസുകാർ വരെ പേടിച്ചു. അപ്പോ അതുകൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവാനെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല. ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആള് ഭയങ്കര കാമായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു. എന്നിട്ട് ആളെന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. അപ്പൊ നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല. ഇനിയിപ്പോ റീസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. പിന്നെ അത് നിന്ന് പോവുക ചെയ്തതെന്ന് പറഞ്ഞു. കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾക്ക് കിട്ടണം, കുറെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല. അപ്പം ഒഫീഷ്യലായിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു.
തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ, പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ നിലവില് വർക്കിംഗ് ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് പ്ലാന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറെ നാൾ മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ്. ഇതിനെതിരായിട്ട് വല്ലവർക്കും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. ബിക്കോസ് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ ഒരാൾ പറഞ്ഞിരുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എവിടെ പോകണമെന്ന്. അപ്പൊ പറഞ്ഞ കാര്യമാണ്, പ്ലാസ്റ്റിക് കുപ്പികള് പിന്നെ കുറെ വലിയ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് ചെയ്യണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി വിറ്റോട്ടെ, അതിൽ നിന്ന് അവർക്ക് കാശ് കിട്ടിക്കോട്ടെ, നമ്മളങ്ങോട്ട് ഫ്രീ ആക്കി കൊടുത്തു. ബാക്കി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യണേന്ന്? ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവരെടുക്കില്ല. അതൊക്കെ എന്താ ചെയ്യണേന്ന്? അവരൊക്കെ ഗവൺമെന്റ് ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അവർക്ക് അത് വിൽക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ്, സർ ഇൻഡിവിജ്വൽസ് ആയ ഞങ്ങള് ഹരിതകർമ്മസേന എടുത്തോണ്ട് പോവാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത്? ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോൾ എന്താ എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഒന്നും വരുന്നില്ലേന്ന്. അപ്പൊ ചെറിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെയാണെന്നാണ് ആള് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാത്തത് അത് അവരുടെ തെറ്റാണ്. ബിക്കോസ് ഒരാളുടെ ഈഗോനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു ഗവൺമെന്റ് സ്ഥാപനം ഉള്ളത്. ആസ് പെർ റൂൾ ഞാൻ ടാക്സ് അടയ്ക്കുന്ന കാലത്തോളം എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. ആൾ എന്നിട്ട് അവരോട് സംസാരിക്കാനൊക്കെ കുറെ നോക്കി. അപ്പോഴും അവര് ഹരിതകർമ്മ സേനയാണ് കേട്ടാ. അവര് പറഞ്ഞ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അപമാനിച്ചു, ഞങ്ങള് അവരുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യില്ലാന്ന്. അപ്പൊ ആള് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിൽ അരിച്ചു പറക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാ കംപ്ലൈന്റ് ചെയ്യണമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ എനിക്കൊന്ന് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം. അപ്പൊ ആൾ തന്നെയാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, നമുക്ക് ഫോർമൽ ആയിട്ടൊരു കംപ്ലൈന്റ് ചെയ്തിട്ട് അവർ പിന്നെ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ പ്രൊസീജിയേഴ്സ് നോക്കാം. വേറെ പ്രൊസീജിയേഴ്സ് എന്ന് ആള് ഉദ്ദേശിക്കുന്നത് കോർട്ടിൽ പോവുക എന്നതാണ്. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്തു, നിങ്ങൾ ജോലി ചെയ്യണില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ ആളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഞാൻ എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ചെയ്തത്, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിനെ ഡിനൈ ചെയ്യാനായിട്ടുള്ള അധികാരം ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരാൾക്കും ഇല്ല. വാർഡ് മെമ്പറിന്റെ വീട് പ്രൈം മിനിസ്റ്റർക്ക് വരെ ഇല്ല. അപ്പോഴാണ് ഇവര് വേസ്റ്റ് കളക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്തൊരു മെസ്സേജ് വന്നു കേട്ടോ ഞങ്ങളുടെ വാർഡിന്, നിങ്ങൾ ലക്ഷറി ടാക്സ് അടയ്ക്കണം. എന്തിന് ഞാൻ അടയ്ക്കണം? 30 വർഷമായിട്ട് കണ്ടിന്യൂസ് ലക്ഷറി ടാക്സ്, ലാൻഡ് ടാക്സ് എല്ലാം അടച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന സർവീസ് എന്താണ്? കുണ്ടും കുഴിയായിട്ടുള്ള റോഡ്, അതൊക്കെ പോട്ടെ നോക്കാം, ഒക്കെ നമ്മൾ സഹിക്കും. ഗവൺമെന്റ് വിൽക്കണ സാധനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആണ് നിങ്ങളോട് എടുത്തോണ്ട് പോകാൻ പറയണേ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുത്തോണ്ട് പോയില്ലെങ്കിൽ ഞാൻ ഇട്ട് കത്തിക്കുന്നു പറഞ്ഞു. അപ്പോ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഇതേമാതിരി കമന്റ് ചെയ്തു, കോടതി ഇവൾക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കണം, കത്തിച്ചു കഴിഞ്ഞ് ഇത്രയും രൂപ ഫൈനാണ്. അവളിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു. ശരിക്കും ഉണ്ടല്ലോ, സത്യം പറയാച്ചാൽ എനിക്ക് ആഗ്രഹം കേസ് എടുക്കണം തന്നെയാണ്. അപ്പോഴേ എനിക്കിതിന്റെ എൻഡ് വരെ എത്താൻ പറ്റുള്ളൂ. ഞാൻ കത്തിച്ച പ്രശ്നമാണെങ്കിൽ ഗവൺമെന്റ് ഓഥറൈസ് ചെയ്യുന്ന ഒരു ഏജൻസി ഇല്ലേ, അവർ കത്തിച്ചാൽ എന്താ പ്രശ്നമില്ലാത്ത? അവർ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള കറുത്ത പുകയല്ലേ മേളിലോട്ട് പോണത്. ഇനി അടുത്തത്, ആരാണ് ഇവിടെ വേസ്റ്റ് കത്തിക്കാത്തത്? മേ ബി വാർഡ് മെമ്പർ ഉൾപ്പെടെ കത്തിക്കുന്നുണ്ടാവും. ബിക്കോസ് സാനിറ്ററി നാപ്കിൻസ്, കുട്ടികളുടെ സ്നഗ്ഗി, ഇത് ഇവര് എടുത്തുകൊണ്ട് പോവില്ല. അതാ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. പോലീസുകാര് സാക്ഷി. അവര് സത്യം പറയുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഇതൊന്നുമില്ല. ഫോർ ദ പൊളിറ്റീഷ്യൻ, ബൈ ദ പൊളിറ്റീഷ്യൻ ആൻഡ് ഓഫ് ദ പൊളിറ്റീഷ്യൻ. വേണമെങ്കിൽ ഹരിബന്ധ കർമ്മസേനയും കൂട്ടാവും അതില്. അങ്ങനെയാണ് ഇപ്പൊ നിലവില് കണ്ടുപോകുന്നത്. ഒരാള് പ്രതികരിച്ചാൽ, ഒരാള് ക്രിട്ടിസൈസ് ചെയ്താൽ നിങ്ങൾ അത് ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, നിങ്ങൾക്ക് വേറെ എന്താ പണി, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പോലീസ് എന്നൊരു സംവിധാനം യൂസ് ചെയ്ത് അവരെ പേടിപ്പിക്കുക, അവരെ ഒരു 5-8 പേര് ചേർന്ന് വളഞ്ഞ് ആക്രമിക്കുക. ഇതൊക്കെ നടക്കുന്നത് സോ കോൾഡ് UP-യിലല്ല, നമ്മുടെ പ്രശാന്ത സുന്ദരമായ കേരളത്തിലാണ്. അതാണ് ഇത് ഏറ്റവും രസമുള്ള കാര്യം. എന്റെ കല്യാണത്തിന് മുമ്പ് ഒരു 4-5 വർഷം പോലീസ് സ്റ്റേഷൻ, കോടതി, പോലീസ് സ്റ്റേഷൻ, വക്കീൽ ഓഫീസ്, അങ്ങനെ കയറി ഇറങ്ങിയ ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ വാർഡ് മെമ്പറിന് അറിയായിരിക്കില്ല എന്റെ ഹിസ്റ്ററി. അതുകൊണ്ടാണ് വാർഡ് മെമ്പർ വിചാരിച്ചത് ഞാൻ അങ്ങ് പേടിച്ചു പോയിട്ട് അടുത്ത വീഡിയോ ഇടില്ല എന്ന്. നെക്സ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ വാർഡ് മെമ്പർ, അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്,
ഫേസ്ബുക്ക് മെസ്സേജ് അയച്ചിരിക്കണേ, ഡു നോട്ട് മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ പൈസ ഉണ്ടാക്കും, ഇതെന്റെ ജോലിയാണ്. ഗവൺമെന്റ് മാസം മാസം തരുന്ന ശമ്പളത്തിനോട് എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. എന്നെ അവിടേക്ക് വിളിപ്പിക്കത്തേ ഇല്ലായിരുന്നു. അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കിയത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോ മെമ്പർ അല്ലെങ്കിൽ ഓരോ പ്രതിനിധിനെ നമ്മളെ എലക്ട് ചെയ്യുന്നത്. ആൾക്കാർ തമ്മിലുള്ള പ്രോബ്ലം അവർ തന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലത്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോവുക. അവിടെ ചെന്ന് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഉള്ളവന് എന്തും പറയാം. ഒരു 5-8 ആൾക്കാർ എനിക്കെതിരെ നിൽക്കണ്, എന്നിട്ട് അവർക്ക് ഇങ്ങനെ ക്രക്രാന്ന് ഇങ്ങനെ സംസാരിക്കാം. ഞാൻ എങ്ങാനും അവർക്ക് ഒബ്ജക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാർ അവിടെ ബ്ലോക്ക് ചെയ്യും. ആദ്യത്തെ പോലീസുകാരന്റെ കാര്യം പറഞ്ഞു. എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ്. അതിപ്പോ ആരാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. അപ്പോ 2-3 പ്രാവശ്യം ഞാനിത് സഹിച്ചു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാം, നീ പതുക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും പേര് ഇവിടെ നിന്ന് അലച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല. ഞാൻ പറയുമ്പോൾ മാത്രമാണോ സാറിന് ഇത് പ്രശ്നം? ഇവിടെ എവിടെയാണ് ഇക്വാളിറ്റി ഉള്ളത്? 2 പേര് തമ്മിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ 2 പേരെ മാത്രം ക്യാബിനിലേക്ക് വിളിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ആ സെക്കൻഡ് പോലീസ് ഓഫീസറിനെ ഇപ്പോഴും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ആള് പറഞ്ഞു, കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട, ആദ്യം പ്രതിയും മാത്രം വന്നാൽ മതിയെന്ന്. അപ്പൊ 2 പേര്, ഞങ്ങൾ 2 പേര് പറയുന്നത് ആള് കേട്ടു. അങ്ങനെയാണ് ഒരു പോലീസുകാരൻ ആവേണ്ടത്. അല്ലാണ്ട് ഇതൊരുമാതിരി എനിക്കറിഞ്ഞൂടെ അവര് വിളിച്ചു പറഞ്ഞിട്ടാണോ, ഇനി അവരുടെ മറ്റേ പൊളിറ്റിക്കൽ പാർട്ടീസ് വിളിച്ചു പറഞ്ഞിട്ടാണോ ഈ പോലീസുകാരൻ ഇങ്ങനെ, ആദ്യത്തെ പോലീസുകാരൻ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തത്, അതോ ഇവരുടെ പൊസിഷനെ പേടിച്ചിട്ടാണോ, ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. പ്രതികരിക്കരുത്, ആരും ഒന്നും പറയാൻ പാടില്ല. ഇതിൽ ചെയ്യുന്നതൊക്കെ നല്ലത്. ഇവരിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ഇലക്ഷൻ ടൈം വരുമ്പോ ഇവര് അപ്പൊ നമ്മുടെ വീണ്ടും കാല് പിടിച്ച് നമ്മളെ പറ്റിക്കും. എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നറിയോ. വീട്ടിൽ വന്ന് എന്നിട്ട് വോട്ട് ചോദിച്ചപ്പോ നമ്മൾ ഇലക്ഷനിൽ ജയിപ്പിക്കുന്ന ആൾക്കാര്, പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇവരെല്ലാരും പബ്ലിക് സെർവൻസ് എന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങളെ സെർവ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലായാലും എവിടെയായാലും ഇത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ പ്രവൃത്തിയാണ് ഇവര് ചെയ്യുന്നത്. ഭീഷണി, പിന്നെ ഓർഡറിങ്, ഇതൊക്കെ തന്നെയാണ്. അവരെ കാണുമ്പോൾ നമ്മൾ കുമ്പിട്ട് നിൽക്കണം. നമ്മളെ കാണുമ്പോൾ അവർക്കൊരു പുച്ഛോ. ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ നമ്മളിവിടെ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ആ ടാക്സിന്റെ ആ കാശ് കൊണ്ടാണ് ഇവർക്ക് മാസം മാസം സാലറി കൊടുക്കണേ. അപ്പൊ ഇൻ ടോട്ടൽ പറയാച്ചാൽ നമ്മൾ ഇവരുടെ എംപ്ലോയറാണ്. എന്നിട്ട് കാണിക്കുന്നതോ മാസം മാസം കിട്ടുന്ന ശമ്പളത്തിനുള്ള നന്ദിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കൺസിഡറേഷൻ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കുക, അല്ലെങ്കിൽ അതൊന്ന് പറ്റുകയാണെങ്കിൽ സോൾവ് ചെയ്യുക, അതൊന്നുമില്ല. അവരവരുടെ അധികാരം കാണിക്കും. ഞങ്ങളുടെ അധികാരം കാണിച്ച് നിന്നെ അടിച്ചമർത്തും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എന്തോരം പേര് ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ വേസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കണില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലർ വേസ്റ്റ് ബൾക്കായിട്ട് എടുത്ത് മുനിസിപ്പാലിറ്റിയിൽ ദേഷ്യം വന്നിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവർക്കെതിരെ കേസല്ലാണ്ട് ഈ എന്തുകൊണ്ട് വേസ്റ്റ് എടുക്കണില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഇവിടെ ആരും കണ്ടെത്തിയിട്ടില്ല. ഈ ഹരിതകർമ്മ സേനയിൽ ഒരാൾ ചീത്ത പറയാനുള്ള തന്റെ ഇടം, അതാണോ ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കണം? ബിക്കോസ് ഇവര് ഭയങ്കര ചീത്തവിളിയാ വീട്ടിൽ വന്നിട്ട്. വെറുതെ ഇവരുടെ വീട്ടിലെ ഫ്രസ്ട്രേഷനൊക്കെ നമ്മുടെ അടുത്ത് തീർക്കുക. ഇവർക്ക് കുറവ് സാലറി ആയത് നമ്മുടെ കുറ്റമാണോ? എനിക്കതാ മനസ്സിലാവട്ടെ. ഞാൻ പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, അവർക്ക് തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. അതെന്റെ പ്രശ്നമാണോ? ഞാനാണോ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ശമ്പളം കൊടുക്കണേ? ആരാണ് ഇവരെ ജോലിക്ക് എടുത്തത്? ഇവർക്ക് ഒന്നാമത് ഇന്റർവ്യൂ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിയാവുന്നവരും കമന്റ് സെക്ഷനിൽ പറയണം. ഇവർ ജോലിക്ക് എടുത്തത് ആരാണ്? ഇവർക്ക് ആരാണ് കാശ് കൊടുക്കേണ്ടത്? നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്നുണ്ട് കുറെ കാശ്. ഒരു വീട്ടിൽ നിന്ന് 60 രൂപ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേന പിരിച്ചത് 60 രൂപയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇരിങ്ങാലക്കുടി ആ ഭാഗത്ത് മൊത്തം 10,000 വീട് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ എത്ര രൂപ അവർക്ക് കിട്ടും? അപ്പൊ ഇതിൽ നിന്നൊന്നും ഈ ചേച്ചിമാർക്ക് കാശ് കൊടുക്കാനായിട്ടില്ലെങ്കിൽ ഈ കാശൊക്കെ അവർ എന്ത് ചെയ്യണ്? പിന്നെ ഈ പ്ലാസ്റ്റിക് വിറ്റ് കിട്ടണം കാശ്. എനിക്ക് ആകെ കോൺടാക്ട് കിട്ടിയത് ഈ പറഞ്ഞ ശുചിത്വ മിഷന്റെ പണ്ടത്തെ ഹെഡിന്റെ ആണ്. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സാറിനോട് ഗതികെട്ട് ചോദിച്ചു, സർ, നമ്മൾക്കൊരു റീസൈക്ലിംഗ് പ്ലാന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് തുടങ്ങണമെങ്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പറഞ്ഞ, മോളെ, ഒരു ആവേശത്തിൽ നീ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു സഹായം ഗവൺമെന്റിന്റെ വക ഉണ്ടാവില്ല. ബിക്കോസ് ഇത്ര ഏക്കർ ഭൂമി വേണം, പിന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ വേണം. മിഥുനത്തിലത്തെ മോഹൻലാല് വട്ടം കറക്കിയില്ലേ, അതേപോലെ ഇരിക്കും. എനിക്ക് നാട് നന്നാക്കണം ഒരു ആഗ്രഹവും ഇല്ല, എങ്ങനെ തന്നെ പോണം. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാത്തതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരു സൊല്യൂഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ. വാർഡ് മെമ്പർ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണ്, ഇവളുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യില്ല, അവള് ഒരാളെ വെച്ച് സർഫ് എക്സലിട്ട് വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ കഴുകി ഉണക്കി ഞാൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാന്ന്. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഞങ്ങൾ വിറ്റു കേട്ടോ. ഏട്ടന്റെ ഫ്രണ്ടിന്റെ ആക്രിക്കട ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് കാശ് കിട്ടി. പക്ഷെ അവര് പറഞ്ഞു ഈ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് ഒന്നും അവർ എടുക്കില്ലാണ്.
അങ്ങനെ ഞാനത് വീണ്ടും വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിപ്പൂട്ടി വെച്ചു. അപ്പോഴാണ് എന്റെ വീട്ടിൽ ഒരു ദിവസം ഒരു തമിഴൻ വന്നത്. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എടുക്കുവോ പ്ലാസ്റ്റിക് റാപ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇല്ല അമ്മ എടുക്കില്ല, ഇവിടുത്തെ പോലീസ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഹരിതകർമ്മസേന മാത്രമേ റാപ്പേഴ്സ് എടുക്കാൻ പാടുള്ളൂ എന്ന്. പണ്ട് നമ്മുടെ വീട്ടിലുള്ള അങ്ങനത്തെ കെട്ടിപ്പറി എടുക്കുന്ന പ്ലാസ്റ്റിക്കും അങ്ങനത്തെ റാപ്പേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു ഇവര്. പക്ഷെ ഇപ്പൊ ഭയങ്കര പ്രശ്നമ്മ, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസുകാരും ഗവൺമെന്റും കൂടെ ഒരാളുടെ ജോലിനെ നിരോധിക്കുകയല്ലേ ചെയ്യുന്നത്? അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ജനാധിപത്യല്ലേ ഇവിടെ നടക്കണേ? എല്ലാരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവൻ മലയാളിയാണോ, അപ്പൊ അവന് വേസ്റ്റ് കളക്ട് ചെയ്യാം, ശരി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത്? ആളുടെ വയറ്റത്തടിക്കുന്ന പണിയല്ല ചെയ്യുന്നത്. ബിക്കോസ് എന്തൊക്കെയായാലും നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ വേസ്റ്റ് തട്ടുന്നത്. അപ്പൊ പിന്നെ അവിടുത്തെ ഒരാള് വന്നിട്ട് ഇവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ചേച്ചിമാരുടെ ജോലിയൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് തമിഴന്മാർ ഒരിക്കലും നമുക്ക് കാശ് തരുള്ളൂ, അല്ലാണ്ട് നമ്മുടെ നിന്ന് കാശ് മേടിക്കില്ല വേസ്റ്റ് എടുക്കാനായിട്ട്. ഒരു ജോലി സാധ്യത ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ അത്രയും എംപ്ലോയീസിന് എങ്ങനെ സാലറി കൊടുക്കാനുള്ള എല്ലാ ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനെയാണ്. നമ്മുടെ ഇതിനെല്ലാത്തിനും കൂടിയിട്ടല്ലേ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ടാക്സ് ഇല്ലാണ്ടൊന്നും ഇരിക്കുന്നില്ലല്ലോ. ITR ഫയൽ ചെയ്യുന്നത് മാത്രമല്ല ടാക്സ്, എല്ലാത്തിനും ഇവിടെ ടാക്സ് ഉണ്ട്. ടാക്സ് ഇല്ലാത്തൊരു സംഭവം പറഞ്ഞ ₹1 മിഠായിക്ക് വരെ ഉണ്ടാവും ടാക്സ്. എന്താ പട്ടീരെ വാല് 12 കൊല്ലം കുഴലിട്ടിട്ടുണ്ടെങ്കിലും നേരെ ആവത്തില്ല. പക്ഷെ ഞാൻ ഈ ചൊല്ല് പറയുമ്പോ എന്റെ പൊന്നോ, ഞങ്ങളെയൊക്കെ നീ പട്ടീന്ന് വിളിച്ചു, അപമാനിച്ചു, ഞങ്ങൾ നാളെ നിനക്കെതിരെ കേസ് കൊടുക്കും. അതാ പറയണ. ഒരാള് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരാത്ത ചേച്ചിമാരെ കുറിച്ച് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അവർ മൊത്തം കമ്മ്യൂണിറ്റീനെ ഞാൻ തേജോവധം ചെയ്ത മാതിരിയാക്കി. അത് എന്തിന് മോറൽ കിഡ്നാപ്പിംഗ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊരു ലെവലിലേക്കൊക്കെ അവരാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറെ ഉന്നതന്മാരുടെ എന്താ സഹതാപം പിടിച്ചു പറ്റാനായിരിക്കും മേ ബി. അവരെ നിലനിൽപ്പിന് അതായിരിക്കും വേണ്ടത്. ഒരാളും പ്രതികരിക്കരുത്, അവർക്ക് എന്ത് വേണേലും ചെയ്യാം. അവരെങ്ങനെയാണ് നമ്മളോട് ഇന്ന് പെരുമാറുന്നത്? ഞങ്ങൾക്ക് ഈ വേസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് ആരോടുള്ള ദേഷ്യം നമ്മളൊരു തീർക്കണേന്ന് പറഞ്ഞോ. കുടുംബശ്രീക്കാർ ചേച്ചിമാര് വന്നിരുന്നു, അപ്പൊ ചേച്ചിമാര് കുഴപ്പമുണ്ടായിരുന്നില്ല. ഹരിതകർമ്മ സേനയിലത്തെ ചേച്ചിമാര് 2-3 പ്രാവശ്യം വന്നോളൂ, അപ്പോഴൊക്കെ ചീത്തയായിരുന്നു. ഞാൻ തൊഴുകയോടെ നിൽക്കരുത്, ചേച്ചി പ്ലീസ് എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഞാൻ ആ ചേച്ചിമാരോട് ചോദിച്ചു, ശരി ചേച്ചി വണ്ടി വരുന്നല്ല പറയണേ, അപ്പൊ ചേച്ചിമാരെ എവിടെയാണോ കെട്ടിവെച്ചിരിക്കണ വേസ്റ്റ് അവിടെ ഞാൻ കൊണ്ടുവന്ന് ഞാനും ചാക്കിൽ അങ്ങോട്ട് വെച്ചോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, ആ ചേട്ടന്മാര് നിങ്ങൾ കൊണ്ടുവച്ച വേസ്റ്റ് എടുക്കില്ല, ഞങ്ങൾ കൊണ്ടുവച്ച വേസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ. അതെങ്ങനെ അറിയാം ചേട്ടന്മാർക്ക് ചേച്ചിമാര് തന്നെയാണ് അവിടെ വേസ്റ്റ് കൊണ്ടുവച്ചതെന്ന്? ഈ പ്രോബ്ലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവാ. ബിക്കോസ് ആരൊക്കെയോ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിന് നമ്മളെ പോലെയുള്ള സാധാരണക്കാര് പ്രതികരിക്കാൻ പാടില്ല. എന്റെ വീട്ടില് വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. 2-3 പ്രാവശ്യം വന്നു ഹരിതകർമ്മസേന. ആ ചേച്ചിമാരിലൊന്നും ഞാനൊരു ചേച്ചീനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ കാണാത്തതാണോ എന്ന് പറഞ്ഞുകൂടാ. ഒരു പുതിയ ചേച്ചി, ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ സ്ഥിരം വരാനുള്ള ചേച്ചി ചാക്കിന്നൊക്കെ വേസ്റ്റ് എടുത്ത് തറയിലിട്ടിട്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വേറെ ആരെയൊക്കെയോ കാണിക്കായിരുന്നു. അപ്പൊ ആ ചേച്ചി അതെങ്കിലും ചെയ്യുന്നുണ്ട്. ഈ ചേച്ചി എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ആ സൈഡിലുണ്ടായിരുന്നു, എന്നോട് പറയാം, ഈ വേസ്റ്റിലൊന്നും ഞാൻ ഇങ്ങനെ ഗ്ലൗസ് ഇല്ലാണ്ട് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, എനിക്ക് വല്ല മാറാരോഗം വരുന്നു. അപ്പൊ ഇവരുടെ ജോലി ചെയ്യാനായിട്ടല്ലേ വന്നത്. ഞാൻ ദുബായ് എയർപോർട്ടിൽ റാമ്പിൽ വർക്ക് ചെയ്തിരുന്നതാ. അപ്പൊ റാമ്പിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇയർ മഫ്സ്, റാം ജാക്കറ്റ് അതൊക്കെ മസ്റ്റാണ്, എന്നാലേ ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളൊരു ജോലിക്ക് പോകുമ്പോ കൊണ്ടുപോകേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചേച്ചി എന്തിനാ അവിടെ വന്നത്? ചേച്ചി തന്നെ ആ ചേച്ചിയുടെ ജോലിനെ പുച്ഛിക്കുന്ന വരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ചേച്ചിയുടെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ചേച്ചി പറയും ചേച്ചിനെ ഹറാസ് ചെയ്തു എന്ന്. എന്നിട്ട് പിന്നെ അടുത്ത കേസ് കൊടുക്കും. ഇവർക്ക് ഭയങ്കര പിടിപാടാന്നേ. നിങ്ങൾ വിചാരിക്കുന്നവരൊന്നുമല്ല. എന്റെ പൊന്നു, ഒരു പ്രാവശ്യം അങ്ങനെ തിരിച്ചു പറഞ്ഞു നോക്ക്, ഹോൾ മുനിസിപ്പാലിറ്റി വരെ നമ്മളെ ബാൻ ചെയ്യും. അപ്പൊ ഹോൾ മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം പാസ്സാക്കിക്കുക എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യരുതെന്ന്. എനിക്ക് ഈ കേസും കടമായിട്ട് നടക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അപ്പൊ എന്റെ വീട്ടിലത്തെ വേസ്റ്റിന് ഇതുവരെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കില്ല. അത് അവിടെ തന്നെ ചാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എത്ര കാലം അങ്ങനെ ഇരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ശുചിത്വം ഇല്ലാത്ത എൻവയോൺമെന്റിൽ താമസിക്കുന്നത് മഹാപൊട്ടയായിട്ടുള്ള ഒരു കാര്യമാണ്. 6-7 ചാക്കുണ്ട് വേസ്റ്റ്. അതൊക്കെ എടുത്തിട്ട് വാർഡ് മെമ്പറുടെ വീട്ടിൽ കൊണ്ട് ഇടുക വേണ്ടത്. അല്ലെങ്കിൽ എനിക്കെതിരെ പ്രമേയം പാസ് ചെയ്ത മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഇടുക ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ തീരുമാനിച്ചതാണ്, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് ഇടുമായിരുന്നു ഞാൻ. പക്ഷെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഒരു ഡസ്റ്റ്ബിൻ പോലും ഇല്ല. റൂൾസ് ഇല്ല ഇവിടെ. കുറെ ഒഫീഷ്യൽസ് അങ്ങോട്ട് തീരുമാനിക്കും, അത് വേണ്ട ഇത് വേണ്ട, ഞങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ നിയമം.
ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പേടിച്ചില്ല, ബിക്കോസ് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പക്ഷെ ഏട്ടന് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ തന്നേക്ക് പോകണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ ഏട്ടന്റെ ഫ്രണ്ടിനെ വിളിച്ചു. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലത്തെ റിപ്പോർട്ടറാണ് കേട്ടോ. അപ്പൊ ആള് വിളിച്ചിട്ട് എന്റെ ഭാര്യനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ഇതാണ് കാരണം എന്നൊക്കെ പറഞ്ഞു. ലേഡിയാണ്. ലേഡി എടുത്ത വശം പറഞ്ഞത് ഹരിതകർമ്മ സേനയുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഞാൻ ഇപ്പോഴും അവരുടെ സൈഡിലേ നിൽക്കുള്ളൂ, പ്രശ്നം കേട്ട പോലുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുക, മൊത്തം ജേർണലിസ്റ്റ് ഇങ്ങനെ തന്നെയാണ്, ഒരു മുൻവിധിയോട് കൂടിയിട്ടാണോ എല്ലാ പ്രോബ്ലത്തിനും സമീപിക്കുന്നത്? നിങ്ങൾക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നുമില്ലേ? ഞാൻ എന്റെ സൈഡിൽ നിൽക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. പക്ഷെ പ്രോബ്ലം കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ആ ലേഡി കാണിച്ചില്ല. ആ ലേഡീനെ റെഫർ ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഇങ്ങനെ ഒരാള് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് തുടരണേൽ കാര്യമില്ല. നമ്മൾക്ക് എന്ത് ജോലിയാണോ കിട്ടിയത് അതിനോട് അല്പസ്വല്പം സിൻസിയാരിറ്റി കാണിക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് ഇവരുടെ ശുചിത്വ മിഷന്റെ ഗ്രൂപ്പിൽ ഞാൻ എന്റെ വീഡിയോസ് ഇങ്ങനെ സർക്കുലേറ്റ് ആവും. അവൾക്കെതിരെ ബാൻ ചെയ്യണം, അവൾക്കെതിരെ നമുക്ക് നിരോധിക്കണം, അവൾക്കെതിരെ നമ്മൾ സമരം ചെയ്യണം. ബിക്കോസ് ഈ ചേച്ചിമാര് ഫസ്റ്റത്തെ വീഡിയോ വന്ന് പിറ്റേ ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് ഇതാ പറഞ്ഞത്, നീ ഞങ്ങളെ വൈറലാക്കിയില്ലടി എന്ന് ചോദിച്ചിട്ട്. എന്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റാണ്. ചേച്ചിമാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ വീഡിയോയിലുണ്ട്. ഞാനത് എപ്പോഴെങ്കിലും ഭാവിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട്. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, ഏതെങ്കിലും ഒരു ഒഫീഷ്യലിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞിട്ട്. ബിക്കോസ് അവരത് നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കില്ല. അപ്പൊ നമുക്ക് ആകെ റിയാക്ട് ചെയ്യാനായിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതിൽ 4-5 ആൾക്കാരെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതിനെ കുറിച്ച് അറിയിക്കാം, അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് പവറും പൊസിഷനും അനുസരിച്ച് ആൾക്കാരെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ നമ്മളെ പോലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇൻഡിവിജ്വലിന്റെ വോയിസ് വേറൊരാൾ കേൾക്കണമെങ്കിൽ അവന് പവറും പൊസിഷനും വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അവരെയാണ് സാധാരണക്കാരെന്ന് വിളിക്കുന്നത്, ബാക്കി എല്ലാവരും അസാധാരണക്കാരാണ്, ഹരിതകർമ്മ സേനയിലത്തെ ചേച്ചിമാരും ഉൾപ്പെടെ. അയ്യോ, ഒരാളെ പറയാൻ മറന്നു കേട്ടാ. ഏട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി, എന്റെ പൊന്നോ, ആ വീഡിയോ ഞാൻ ഹരിതകർമ്മ സേനയ്ക്കും വാർഡ് മെമ്പറിനും എതിരായിട്ടൊരു വീഡിയോ ഇട്ടതിന് ശേഷം ചറ മെസ്സേജസ് ആണ് എന്റെ കമന്റ് സെക്ഷനിൽ. ഇപ്പൊ അത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കൊച്ചിനെ പറയാ, ഏട്ടനെ പറയാ, ഏട്ടന്റെ അമ്മേനെ പറയാ, എന്റെ അമ്മേനെ അച്ഛനെയും പറയാ. നല്ല നല്ല ചീത്തവിളിയാണ്. ഞങ്ങളുടെ പാവപ്പെട്ട നിഷ്കളങ്കയായ വാർഡ് മെമ്പറിന് നീ പറഞ്ഞു എല്ലടി എന്ന് ചോദിച്ചിട്ട്. ആ ചേച്ചിക്ക്, ഞാനും ആ ചേച്ചി ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനും പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാത്തത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എതിരായിട്ട് പറഞ്ഞു എന്ന ഒരു നിലയ്ക്ക് എന്തിനാണ് ഇവരെത്തിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ മീറ്റിംഗ് വാർഡ് മെമ്പർ വിളിച്ചിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വാർഡില് ആ ചേച്ചി അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നുണ്ട്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഷെയർ ഇട്ടിട്ട്. ഞാൻ വാർഡ് മെമ്പറിനെ പേഴ്സണലായിട്ട് തെറിയൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആ ലേഡിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പൊസിഷനിൽ ഇരിക്കണേന്നാ ചോദിച്ചത്. അപ്പൊ ചേച്ചിക്ക് ഇനിയും എന്നെ തെറി പറയാം, എന്റെ കൊച്ചിനെ എന്ത് പറയാം. ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹരിതകർമ്മ സേനയിലത്തെ ഒരു ചേച്ചി, ആ ചേച്ചി എനിക്കറിഞ്ഞൂടെ ഇതിന്റെ ഇടയിൽ ഒന്നുമില്ലാത്ത പാത്തുവിനെ കുറെ എന്നൊക്കെയോ പറഞ്ഞു. അവൾക്ക് ആ ആക്സിഡന്റ് ഉണ്ടാവും, അതാണ് ഇതാണെന്നൊക്കെ. എന്റെ ചേച്ചി, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്താ പറയാ, തെറ്റുന്നെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയാറൊന്നുമില്ലേ? അതിനു വേണ്ടിയിട്ട് വീട്ടിലുള്ള കൊച്ചുങ്ങളെ പറയണോ? ഞാനാണ് പറഞ്ഞതെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, എന്റെ വർക്ക് ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ക്രിട്ടിസൈസ് ചെയ്യുക. അല്ലാണ്ട് വീട്ടുകാരെ പറയുന്നത് ഒരു മതി നട്ടല്ലില്ലാത്ത പരിപാടിയാണ് കേട്ടോ. എല്ലാ സ്ക്രീൻഷോട്ട്സ് എന്റെ ഉണ്ട്. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എല്ലാ സ്ക്രീൻഷോട്ട്സും ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാന്ന്. പക്ഷെ അവർക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ പവറും പൊസിഷനും ഇല്ലാത്ത ബ്ലഡി ഗ്രാമവാസിയായ നിന്റെ വാക്ക് ഞാൻ എന്തിനും കേൾക്കണം, അങ്ങനെ ഒരു ലുക്കായിരുന്നു കേട്ടോ അങ്ങേരുടെ മുഖത്ത്. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെന്ത് പറഞ്ഞാലും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ കോമൺ പീപ്പിളുടെ മീഡിയമായ സോഷ്യൽ മീഡിയ വഴി അല്ലാണ്ട് ഞാൻ വേറെ എന്തിക്കൂടെയാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. വേറെ ആരോട് പോയി പറഞ്ഞാലാണ് എനിക്ക് എന്റെ ഉള്ളിലൊരു സമാധാനം വേണ്ടേ? ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ? അപ്പൊ നിങ്ങളോടല്ലാണ്ട് ഞാൻ വേറെ ആരോടാണ് ഇതൊക്കെ പറയേണ്ടത്? അപ്പൊ ജയ് ഹിന്ദ്.